ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. സഹോദരൻ്റെ തെറ്റ് തിരുത്തുന്നതിനെക്കുറിച്ച് നമ്മളോടിന്ന് സുവിശേഷം അറിയിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമായിട്ട് ഈശോ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ക്ഷമയെക്കുറിച്ചാണ് അരുൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ഈശോ ഇന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ക്ഷമിക്കേണ്ടതെന്നും എന്തിനു വേണ്ടിയാണ് തിരുത്തേണ്ടതെന്നും സുവിശേഷത്തിൻ്റെ 3-ാം ഭാഗത്ത് നമുക്ക് വ്യക്തമാകും. 2 പേർ യോജിച്ച് ഈ ഭൂമിയിൽ ഒരു കാര്യം ചോദിച്ചാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. കാരണം 2-3 പേർ യോജിച്ച് ചേരുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്നാണ് ഈശോ വാഗ്ദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവനായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, ഈശോയുടെ ശിഷ്യരായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട സഹോദരങ്ങളോടുണ്ടായിരിക്കേണ്ട ഭാവത്തെക്കുറിച്ചാണ് സുവിശേഷം വ്യക്തമാക്കി തരുന്നത്. കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നുണ്ട്, തെറ്റ് ചെയ്യുന്ന ഒരു സഹോദരനെ കണ്ടാൽ നീ അവനെ തിരുത്തണം. പ്രവാചകൻ പറയുന്നുണ്ട്, ഒരു നീതിമാൻ തെറ്റ് ചെയ്യുന്നവനെ തിരുത്തുന്നില്ല എങ്കിൽ ആ ചെയ്ത തെറ്റിന് നീതിമാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്നാൽ നീതിമാൻ്റെ വാക്ക് തെറ്റ് ചെയ്യുന്നവൻ കേൾക്കുന്നില്ല എങ്കിൽ ആ തെറ്റ് അവനോടുകൂടെ തന്നെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലൊക്കെ ആരെങ്കിലും കുഴപ്പങ്ങളിൽ പെടുന്നുണ്ടെങ്കിൽ, വീഴ്ചകൾ പറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇനി തിരുത്തവർ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഈശോയുടെ വെളിച്ചത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, അവർക്ക് വീണ്ടും നമ്മൾ അവസരം കൊടുക്കണം. എന്നിട്ടും അവരതനുസരിക്കുന്നില്ല എങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടെ അവർക്ക് അവസരം കൊടുക്കുക. എന്നിട്ടും അവരനുസരിക്കുന്നില്ലെങ്കിൽ 3-മതും അവർക്ക് അവസരം കൊടുക്കുക. എന്നിട്ടും അവരനുസരിക്കുന്നില്ല എങ്കിൽ അവർ വിജാതീയരെ പോലെയും ചുങ്കക്കാരെ പോലെയും ആയിരിക്കട്ടെ എന്നാണ് ഈശോ പറയുക. പക്ഷേ ഈശോയുടെ സ്നേഹവലയത്തിൽ നിന്ന് ഇവരാരും പുറത്തല്ല എന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇവർ 3 അവസരത്തിലും നമ്മളെ അനുസരിക്കുന്നില്ല എങ്കിൽ അവരെ പിന്നെ നമുക്ക് പുറന്തള്ളാമെന്നല്ല ഈശോ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതല്ല ബൈബിളിൻ്റെ വെളിച്ചത്തിൽ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കർത്താവ് വ്യക്തമാക്കുന്നത്, അവർ നമുക്ക് ചുങ്കക്കാരെ പോലെയും വിജാതീയരെ പോലെയാണ്. അവരെ വെറുക്കാനോ ഉപേക്ഷിക്കാനോ നമുക്ക് അവകാശമില്ല. അവരെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഈശോയുടെ സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കണമെന്ന് കൂടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണമായിട്ട് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ യോജിച്ച് ചോദിക്കുന്നതാണ് സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നിറവേറ്റി തരിക. യോജിച്ച് ചോദിക്കുന്ന നിയോഗങ്ങളിലാണ് കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈശോയുടെ സാന്നിധ്യം കടന്നു വരുന്നത് എങ്ങനെയെന്ന് ഈ സുവിശേഷം വ്യക്തമാക്കി തരുന്നുണ്ട്. നിങ്ങൾ ഈശോയുടെ നാമത്തിലാണ് ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. കർത്താവിൻ്റെ നാമത്തിലാണ് നിങ്ങൾ ഒന്ന് ചേർന്നിട്ടുള്ളത്. കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ കുടുംബത്തിന് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ സാന്നിധ്യത്തിലുള്ള കുടുംബത്തിൽ എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും ഉണ്ടാകുമെന്ന് ഈശോ ഇന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നിങ്ങൾ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെടും. ഈ ഭൂമിയിൽ നിങ്ങൾ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിക്കപ്പെടും. അധികാരമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പരസ്പരം ക്ഷമിക്കാൻ, പൊറുക്കാൻ, വിട്ടുകൊടുക്കാൻ ഈശോ ഈ സുവിശേഷത്തിലൂടെ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. തിരുത്താനും വീണ്ടും തിരുത്താനും വീണ്ടും തിരുത്താനും വീണ്ടും തിരുത്താനും ഈശോ ആവശ്യപ്പെടും. നിങ്ങൾ എത്ര തവണ തിരുത്തിയിട്ടും ആരും നിങ്ങളെ കേൾക്കുന്നില്ല എങ്കിലും, അവർ സ്വയം മാറ്റം വരുത്തുന്നില്ല എങ്കിലും, അവരെ ഉപേക്ഷിച്ച് കളയാനോ മാറ്റി നിർത്താനോ സുവിശേഷം നമുക്ക് ഒരിക്കലും അവകാശം തന്നിട്ടില്ല. അവരെ വീണ്ടും ചേർത്ത് പിടിക്കാൻ, അവരോട് ചേർന്ന് നിൽക്കാൻ ഈശോ ഈ സുവിശേഷത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്. കാരണം യോജിപ്പിലാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുക. ഒരുമിച്ച് ചോദിക്കുമ്പോഴാണ് കർത്താവ് നിയോഗങ്ങളെ അനുഗ്രഹമായിട്ട് മാറ്റുക. ബന്ധങ്ങളിലും കുടുംബത്തിലുമൊക്കെ ഈ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.